ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇന്ന് കണ്ണേട്ടൻ ഓഫായിരുന്നു കേട്ടോ. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞു, കണ്ണേട്ടാ ഞാൻ വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ ആ സമയത്ത് ചെയ്യാൻ നിൽക്കല്ലേ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം, നമുക്ക് വർത്താനൊക്കെ പറയാമെന്ന് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ വന്ന് കയറിയപ്പോൾ കണ്ണേട്ടന് പെട്ടെന്നൊരാഗ്രഹം മീൻ പൊള്ളിച്ച് കഴിക്കണമെന്ന്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പം കണ്ണേട്ടൻ ഫുൾ ബിസി. പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി വാഴയിലയും മീനും ആവോലി മീനാട്ടോ ഇതിന് വേണ്ടി മേടിച്ചത്. അങ്ങനെ മേടിച്ച് പെട്ടെന്ന് കലച്ചേച്ചിയുടെ ഹെൽപ്പോടുകൂടി കണ്ണേട്ടൻ മീൻ പൊള്ളിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ആദ്യം കുറച്ച് അരിശമൊക്കെ വന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ കണ്ണേട്ടൻ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നത് എനിക്ക് ഇന്ന് മീൻ പൊള്ളിക്കണം എന്ന്. പക്ഷേ കണ്ണേട്ടൻ അത് മറന്നുപോയി ഓഫായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മീനും ഇറച്ചിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള എന്നെ കണ്ടപ്പോഴാണ് കണ്ണേട്ടൻ മീൻ പൊള്ളിക്കുന്നതിൻ്റെ കാര്യം വീണ്ടും ഓർത്തതെന്ന്. അതാണ് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ണേട്ടനെ ഇത് ഓർത്തത്. എന്തായാലും ഇതിൻ്റെ പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇതുപോലെ ഒരു തവണ കണ്ണേട്ടൻ മീൻ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതുപോലൊക്കെ ഒക്കുമെന്നൊക്കെ കണ്ണേട്ടൻ അങ്ങ് കൺഫ്യൂഷനായിരുന്നു. എപ്പോഴും പറയുന്നത് എന്താ പറയുക, നമ്മൾ ഒരു കറി ഫസ്റ്റ് വെക്കുന്ന അതേ എഫക്റ്റിൽ പിന്നീട് വെക്കുമ്പോൾ വരേയില്ലെന്ന്, പിന്നെ വേറൊരു ടേസ്റ്റിലായിരിക്കും വരാറ്. അപ്പം ഇതും എങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ എന്നൊക്കെ ആകെ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഈ മീനിങ്ങനെ വാഴയിലയിലൊക്കെ കെട്ടിയിട്ട് തവയിലോട്ടൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും. വാഴയില എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അല്ലേ. നന്ദു ഇവിടെ വാഴയില കണ്ടപ്പോൾ തൊട്ട് പപ്പടം എന്ന് നടന്ന് വിളിക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ വിചാരം വാഴയില എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരിപ്പും പപ്പടമൊക്കെ ആയിട്ടുള്ള സദ്യ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ എന്തായാലും മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീട്ടിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് ടേസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആൾ ഞാനായിരിക്കും കേട്ടോ. അങ്ങനെ എന്നത്തെയും പതിവ് പോലെ ആദ്യത്തെ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്യുവാണേ. വാഴയില പൊളിച്ചപ്പോഴേ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആദ്യം കൈയിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. എന്നാലും നല്ല മാംസം ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ മീനുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, ഒരു മീൻ പൊള്ളിച്ചത് മുഴുവൻ എൻ്റെ മോള് തന്നെ ഇരുന്ന് കഴിച്ചു. അവൾ ശരിക്കും ഇത്ര എരിവുള്ളതൊന്നും കഴിക്കുന്നതേ അല്ല കേട്ടോ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛാ നാളെയും ഉണ്ടാക്കണേ, അടുത്ത ദിവസം ഉണ്ടാക്കണേ, പിന്നത്തെ ദിവസം ഉണ്ടാക്കണേ എന്നൊക്കെ അച്ഛനോട് പിന്നെയും കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുമായിരുന്നു. എന്തായാലും സംഗതി പൊളിച്ച് കേട്ടോ. അപ്പോൾ ശരി, ഞാനിതൊന്ന് തീർക്കട്ടെ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.